ഇറാൻ അത് പുറത്തുവിടാനുള്ള ധൈര്യം പോലുമില്ല. ഇസ്രയേൽ അമേരിക്ക യുദ്ധത്തിനിടയിൽ പുതിയ പരമോന്നത നേതാവിനും ആപത്ത് പിണഞ്ഞിരിക്കുന്നു. ജീവൻ എടുക്കാനായി ട്രംപ് വെല്ലുവിളിച്ചതുപോലെ അത് സംഭവിച്ചിരിക്കുകയാണോ? എന്താണ് ശരിക്കുമുള്ള യാഥാർത്ഥ്യം? ഒരു തരത്തിലും അയാതെ തന്നെയാണ് 11ാം ദിവസവും അതേപടി പശ്ചിമേഷ്യൻ യുദ്ധം മുന്നോട്ട് നീങ്ങുന്നത്. ഇറാനെതിരായിട്ടുള്ള യുദ്ധം ഏകദേശം അവസാനിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമേറെ പ്രതീക്ഷയോടെ ലോകം കാതോർത്തെങ്കിൽ പോലും അതിനുള്ള മറുപടി നൽകിയത് ഇറാനായിരുന്നു. തുടങ്ങാൻ നിങ്ങൾക്ക് എളുപ്പമാണ്, നിങ്ങളത് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരാ എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ തന്നെ തലകീഴായി മാറി മറിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. യുദ്ധത്തിൻ്റെ അവസാനം തങ്ങൾ നിർണ്ണയിക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തിരിച്ചടിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറെ ആശങ്കയായി ഇറാനിൽ പ്രചരിക്കുന്നത്. പുതിയ നേതാവായി പ്രഖ്യാപിച്ച മുജ്തബ ഖമനേയിക്ക് ഒരു യുദ്ധത്തിനിടയിൽ പരിക്ക് സംഭവിച്ചിരിക്കുന്നു. അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിനിടയിലാണ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. അതിന് പിറകെയാണ് അദ്ദേഹത്തിൻ്റെ മകനായ മുജ്തബ ഖമനേയിയെ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചത്. എന്നാൽ സ്ഥാനമേൽക്കാനിരിക്കെ തന്നെയാണ് അദ്ദേഹത്തിനും സമാനമായി തന്നെ ഒരു അപകടത്തിൽ പരിക്ക് സംഭവിച്ചിരിക്കുന്നുവെന്ന വാർത്ത ഇറാനിയൻ സ്റ്റേറ്റ് TV തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. റമദാൻ യുദ്ധത്തിലെ ജൻബാസ് എന്നാണ് മുജ്തബ ഖമനേയിയെ ഇറാനിയൻ TV വിശേഷിപ്പിച്ചത്. അതായത് ശത്രുക്കളാൽ പരിക്കേൽക്കുന്നവരെയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പറയാറുള്ളത്. എന്നാൽ മുജ്തബ ഖമനേയി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ ജീവൻ ആപത്തുണ്ടോ? ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? എങ്ങനെ പരിക്ക് സംഭവിച്ചു? അത്തരത്തിലൊരു വിശദീകരണവും വന്നിട്ടില്ല. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് മുസ്തഫയ്ക്ക് പരിക്ക് സംഭവിച്ചതെന്നാണ് നിലവിൽ പ്രചരിക്കുന്ന ചില വാർത്തകൾ. ഇന്ത്യയിലെ ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ ഇതിൻ്റെ വാർത്ത പങ്കുവച്ചിട്ടുമുണ്ട്. മുസ്തഫയുടെ പിതാവും സഹോദരിയും അടക്കം കുടുംബാംഗങ്ങൾ 2026 ഫെബ്രുവരി 28 ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമനേയിയുടെ മകനായ മുജ്തബയെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തന്നെ തിരഞ്ഞെടുത്തത്. പക്ഷേ ചടങ്ങിലൊന്നും തന്നെ മുജ്തബ പങ്കെടുത്തില്ല എന്ന് ഇറാനിയൻ മാധ്യമങ്ങളിലൂടെ അന്നേ നോട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ പ്രചരിച്ചിരുന്ന വാർത്ത അമേരിക്കയുടെയും ഇസ്രയേലിനെയും കണ്ണുപെട്ടിച്ച് ബങ്കറിനുള്ളിൽ സുരക്ഷിതനായി മുജ്തബ ഉണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. മറിച്ച് മുജ്തബ ആശുപത്രിയിലായിരിക്കും. അപകടം സംഭവിച്ചതിന് പിന്നാലെ ഏറെ ഗുരുതരമായി പരിക്ക് സംഭവിച്ചുകൊണ്ട് ജീവിതത്തോട് മല്ലിടുന്നതാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ ഈ ഘട്ടത്തിൽ പ്രചരിക്കുകയാണ്. ഇത് കൂടുതൽ സംശയങ്ങൾക്കിപ്പോൾ വഴിവെക്കുന്നുണ്ട്. 88 പുരോഹിതന്മാരുൾപ്പെട്ട പണ്ഡിത സഭയാണ് 56-കാരനായ മുജ്തബയെ ആ പദവിയിലേക്ക് തിരഞ്ഞെടുത്തത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഇറാന്റെ പിന്തുണയുള്ള ലെബനിലെ സായുധ സംഘമായിട്ടുള്ള ഹിസ്ബുള്ളയുമാണ് മുജ്തബയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നത്. ആവശ്യമായ പരിശീലനം പിതാവിൽ നിന്നും മുജ്തബയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ മുജ്തബയ്ക്ക് അതുകൊണ്ട് കഴിയുമെന്നാണ് ഇറാന്റെ പരമോന്നത സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനി പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ അദ്ദേഹത്തിന് കരുത്തുണ്ട് എന്ന വിശ്വാസം നിലവിൽ ഇറാനിയൻ നേതാക്കൾ പങ്കുവയ്ക്കുന്നു. 1979 ഷാ ഭരണത്തെ തകർത്ത ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഇറാന്റെ ആദ്യ പരമോന്നത നേതാവും ആത്മീയ ആചാര്യനുമായി റൂഹുള്ള ഖമേനി അധികാരത്തിലേറി. അദ്ദേഹം 1989 മരിച്ചു. പിൻഗാമിയായി ആയത്തുള്ള അലി ഖമനേയിയുടെ രംഗപ്രവേശം 30 വർഷക്കാലത്തോളം. ഖമനേയിയേക്കാൾ ഏറെ അപകടകാരിയാണ് ഖമനേയിയുടെ മകനായ മുജ്തബ എന്നുള്ള സംസാരം ഇറാനിൽ പൊതുവെ ഉയർന്നു കേൾക്കാറുള്ളതാണ്. മുജ്തബയെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ ഖമനേയിയുടെ അനുകൂലികൾ ടെഹ്റാനിൽ ആഹ്ലാദ പ്രകടനം നടത്തിയതും കണ്ടു. പ്രതിഷേധത്തിൻ്റെ വീഡിയോകളും മറുഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. 1969 സെപ്റ്റംബർ 8 മഷാദിലാണ് മുജ്തബ ജനിച്ചത്. 1987 ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഭാഗമായി മാറി. 17-ാം വയസ്സിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ ചേർന്ന അദ്ദേഹം ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സൈന്യത്തിനുള്ളിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. 1999 പുരോഹിതനാകാൻ വേണ്ടി മതപഠനം പുനരാരംഭിച്ചു. ഷിയ മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഖൂമിലെ സെമിനാരിയിൽ നിന്നാണ് മതപഠനം പൂർത്തിയാക്കിയത്. തുടർന്ന് ദൈവശാസ്ത്ര അധ്യാപകനായി. ഇത് ഇറാന്റെ മതപരമായ നേതൃസ്ഥാനത്തേക്ക് വരാൻ അദ്ദേഹത്തിന് അർഹത കൊടുത്തു. ഔദ്യോഗിക പദവികളൊന്നുമില്ലെങ്കിൽ പോലും പിതാവിൻ്റെ ഓഫീസിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുസ്തഫയ്ക്ക് ഏറിയ പങ്കുണ്ട് എന്നാണ് ജനസംസാരം.
2005 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്ന വിവിധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിലുമൊക്കെ മുസ്തഫയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2008 ഖമനേയിയുടെ ഓഫീസിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതല ഏറ്റെടുത്ത് തൊട്ടടുത്ത വർഷം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ പാരാമിലിറ്ററി വിഭാഗമായിട്ടുള്ള ബാസിജിന്റെ നിയന്ത്രണം മുസ്തഫയുടെ കൈകളിലാക്കി. 2019 മുസ്തഫയ്ക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ഇറാന്റെ ആണവ പദ്ധതിയെ നിയന്ത്രിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ അവരുമായി ഇടപെടാൻ ശ്രമിച്ച പരിഷ്കരണവാദികളെയൊക്കെ മുസ്തഫ ശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്നു. ഖമനേയിയുടെ ഭരണകാലത്ത് സുരക്ഷാ സേനകളെയും ബിസിനസ് സാമ്രാജ്യത്തെയും ഒക്കെ തന്നെ നിയന്ത്രിച്ച മുസ്തഫ മിനി പരമോന്നത നേതാവെന്ന നിലയിൽ ഏറെ അറിയപ്പെട്ടു. ഭരണകൂട അനുകൂല റാലികളിൽ പങ്കെടുത്തിരുന്നെങ്കിൽ പോലും വളരെ അപൂർവമായിട്ടാണ് മുസ്തഫ പൊതുവേദികളിൽ സംസാരിച്ചിട്ടുള്ളത്. അതേസമയം മുസ്തഫയെ പറ്റി പല കഥകളും മറ്റു പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ലോകമെമ്പാടും കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തി ഇദ്ദേഹത്തിനുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് പുറമെ ജർമ്മനി, സ്പെയിൻ എന്നിവിടങ്ങളിൽ ഹോട്ടലുകളും ബിസിനസ് സംരംഭങ്ങളും ഒക്കെ തന്നെ ഇയാൾക്കുണ്ട് എന്ന് കരുതുന്നു. ശതകോടീശ്വരന്മാർ താമസിക്കുന്ന ലണ്ടനിലെ ബിഷപ്പ് അവന്യൂവിൽ മുസ്തഫയ്ക്ക് സ്വന്തമായി വസതികളുണ്ടെന്ന് പറയുന്നു. ഏകദേശം $138 മില്യൺ വില മതിക്കുന്ന ആഡംബര വീടടക്കം ഇതിൽ ഉൾപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങളിലും വടക്കേ അമേരിക്കയിലുമായൊക്കെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു സാമ്പത്തിക ശൃംഖലയെ അദ്ദേഹം നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കുന്ന പലവിധ വിഷയങ്ങൾ കൂടിയുണ്ട്. ഖമനേയിയുടെ കടുത്ത നിലപാടുകൾ പിന്തുടരുന്ന ഒരാൾ വീണ്ടും അധികാരത്തിൽ വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇസ്രയേലിനും ഒരു ഭീഷണി തന്നെയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി മുസ്തഫയ്ക്കുള്ള അടുത്ത ബന്ധം അത് പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കും. ഇറാനിൽ പരമോന്നത നേതാവ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അസംബ്ലി ഓഫ് എക്സ്പേർട്സ് വഴിയാണ്. 88 അംഗങ്ങൾ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മതപണ്ഡിതന്മാരുടെ സഭ. 37 വർഷം ഇറാനെ നയിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ യുദ്ധത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28 ഇസ്രായേൽ അമേരിക്ക ചേർന്ന് വ്യോമാക്രമണത്തിലുള്ള വകവരുത്തിയത് തന്നെയാണ് ഒരു നാഴികക്കല്ലായി ഇതിൽ മാറിയത്. പിതാവിൽ നിന്നും ഇപ്പോൾ മകനിലേക്ക് അധികാരം. വിപ്ലവാനന്തര ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നീക്കം. ഇത് രാജ്യത്തിനകത്ത് തന്നെ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമോ എന്നത് ഒരു ഭാഗത്ത് കണ്ടറിയാം. അതുപോലെ തന്നെ രണ്ടാം ആഴ്ചയിലേക്ക് യുദ്ധം കടക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പലരും ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ലോകമെമ്പാടും അതിൻ്റെ അലയൊലികളുണ്ട്. ഈ സംഘർഷം ഇനിയും നീണ്ടു നിന്നാൽ ഇന്ധന വിലയടക്കം കുത്തനെ ഉയരുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇത് ആഗോള സാമ്പത്തിക വളർച്ചയിലും സാധനങ്ങളുടെ വിലയിലുമൊക്കെ പ്രകടമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഘട്ടത്തിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ വില $100 മുകളിലേക്ക് വരെ ഉയർന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കോവിഡിന് ശേഷം വരുന്ന ഏറ്റവും ഉയർന്ന നിരക്കായി ഇതിനെ പറയാം. സംഘർഷത്തിന്റെ സാമ്പത്തിക ആഘാതം പ്രധാനമായും ആശ്രയിക്കുന്നത് യുദ്ധം എത്ര കാലം നീളുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഹോർമുസ് കടലിടുക്ക് വഴി നടക്കുന്ന എണ്ണവാതക കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നു. ലോകത്തെ വലിയൊരു വിഹിതം എണ്ണ വിതരണം പോകുന്നത് ഈ കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ തടസ്സം ഇനിയും നീണ്ടു നിന്നാൽ വിപണികൾക്കൊക്കെ ഉണ്ടാക്കുന്ന ആഘാതം ഏറെ വലുത് തന്നെയാണ്. എണ്ണവില ഉയരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കയെയും യുദ്ധം വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. ഇന്ധനവില ഉയർന്നതോടെ അമേരിക്കയിലെ ജനങ്ങൾക്കും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു.